ഉത്തരാഖണ്ഡിൽ വീണ്ടും മേഘവിസ്ഫോടനം. രുദ്രപ്രയാഗ്, ചമോലി ജില്ലകളിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. നിരവധി കുടുംബങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്ന സംശയം. ജമ്മുകാശ്മീരിൽ മഴക്കെടുതിയെ തുടർന്ന് 12 ദിവസങ്ങൾക്കിടെ 138 പേർ മരിച്ചു. പഞ്ചാബിൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് 10,000-ലേറെ ആളുകളെ ഒഴിപ്പിച്ചുവെന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. വിനീത വിജി വിശദാംശങ്ങളുമായി ചേരുകയാണ്. പറയൂ വിനീത. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴക്കെടുതികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിലടക്കം വിവിധ മേഖലകളിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുകയാണ്. ഡൽഹിയിൽ ഇന്ന് മഴയുണ്ടാകുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ജമ്മു കാശ്മീരിലും മഴക്കെടുതി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. എന്നാൽ ശ്രീനഗറിൽ ഇന്ന് മഴയ്ക്ക് അല്പം ശമനമുണ്ട്. അതോടുകൂടി 2 ദിവസമായി ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ശ്രീനഗറിൽ സ്കൂളുകൾ വീണ്ടും തുറന്നിട്ടുണ്ട്. ഒപ്പം തന്നെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഈ താവി നദിയിൽ പാലം ഒക്കെ തകർന്നു പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ഈ ബെയിലി പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ജമ്മു കാശ്മീരിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ഉത്തരാഖണ്ഡിലേക്ക് വരുമ്പോൾ ഉത്തരാഖണ്ഡിൽ ഇന്ന് 2 ഇടങ്ങളിലാണ് വീണ്ടും ഈ മേഘവിസ്ഫോടനം ഉണ്ടായത്. രുദ്രപ്രയാഗ് ഒപ്പം തന്നെ ചമോലി ജില്ലകളിലാണ് ഈ മേഘവിസ്ഫോടനം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ മേഖലകളിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു എന്നാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ചില ആളുകൾ ആ മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ചില കുടുംബങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചില റിപ്പോർട്ടുകൾ കൂടി ഉണ്ടായിരുന്നു. അത് ആ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ കൂടുതൽ രക്ഷാപ്രവർത്തനം അടക്കം പുരോഗമിക്കുകയാണ്. ഈ നദീതീരങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ അവിടെ നിന്ന് സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് ഉത്തരാഖണ്ഡിൽ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ വരുമ്പോൾ ആ പോലീസൊക്കെ ഇങ്ങനെ വിവിധ ഈ നദീതീരങ്ങളിലൊക്കെ എത്തി അവിടെയുള്ള ആളുകൾക്കൊക്കെ ഈ അനൗൺസ്മെന്റിലൂടെ നിർദ്ദേശങ്ങൾ നൽകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അളകനന്ദ കരകവിഞ്ഞൊഴുകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നദീതീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം. പഞ്ചാബിലേക്ക് വരുമ്പോൾ പഞ്ചാബിൽ ഈ കഴിഞ്ഞ 3 ദിവസമായി പെയ്ത മഴ, അതിരൂക്ഷമായിട്ടുള്ള മഴക്കെടുതി അത് 8 ജില്ലകളിലാണ് ബാധിച്ചിരിക്കുന്നത്. ഫിറോസ്പൂർ, അമൃത്സർ ഉൾപ്പെടെയുള്ള 8 ജില്ലകൾ അത് പൂർണ്ണമായും വെള്ളപ്പൊക്കത്തിലേക്ക് പോയൊരു ഘട്ടമുണ്ട്. അവിടെയും രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഒപ്പം 30-ാം തീയതി വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ പഞ്ചാബ് മുഖ്യമന്ത്രി വിലയിരുത്തുകയാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വരും ദിവസവും മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ്. ഡൽഹിയിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.